മുംബൈ ഭീകരാക്രമണത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി RVS മണിയുടെ വെളിപ്പെടുത്തൽ. ഭീകരാക്രമണ സമയത്ത് NSG വിന്യാസം 2 മണിക്കൂർ വൈകിപ്പിച്ചു. പാക് ഭീകരരുടെ ബോട്ട് കണ്ടെത്തിയിട്ടും തീര സംരക്ഷണ സേന അവഗണിച്ചു. ലഷ്കറിനേക്കാൾ ഭീഷണി ഹിന്ദു സംഘടനകളെന്ന് രാഹുൽ പറഞ്ഞെന്നും RVS മണിയുടെ തുറന്നു പറച്ചിലുണ്ട്. വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഒരുപക്ഷെ ഇന്ന് ഭാരതത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷേ പതിവ് പോലെ അവഗണിച്ചിട്ടുമുണ്ട്. ഒരു അത്ര പ്രധാനപ്പെട്ട വാർത്തയായിട്ടും അതിനെയൊക്കെ ഇവിടെ സംസ്ഥാനത്ത് അവഗണിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുംബൈയിൽ മരിച്ചു വീണ മനുഷ്യരുടെ ജീവന് അല്ലെങ്കിൽ അവരുടെ രക്തത്തിൽ കൈമുക്കി നിൽക്കുകയാണ് കോൺഗ്രസ്. വിശദാംശങ്ങൾ. നന്ദൻ, നേരത്തെ കഴിഞ്ഞ ദിവസം ജനൻ TV ആണ് ഈ വിഷയം കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഹിന്ദുത്വ സംഘടനകളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. പക്ഷേ RVS മണിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭീകരാക്രമണ സമയത്ത് NSG വിന്യാസം 2 മണിക്കൂർ കോൺഗ്രസ് സർക്കാർ വൈകിപ്പിച്ചു എന്നുള്ളതാണ്. ഒപ്പം പാക് ഭീകരരുടെ ബോട്ട് കണ്ടെത്തിയിട്ടും അത് അവഗണിക്കുന്ന സാഹചര്യവും നമ്മുടെ രാജ്യത്തുണ്ടായി എന്ന് പറയുമ്പോൾ, അവിടെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ജീവൻ ഉത്തരവാദിത്തം, അവരുടെ മരണത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയും ഒത്തുകളിയുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നന്ദൻ. പ്രജിത്ത്, RVS മണി അദ്ദേഹം ആഭ്യന്തര വകുപ്പിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു UPA സർക്കാരിൻ്റെ കാലത്ത്. അദ്ദേഹമാണ് ഇപ്പോൾ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആ വെളിപ്പെടുത്തൽ ഇത്തരത്തിലാണ്. അതായത് UPA ഭരണകാലത്ത് അന്ന് ഈ 26/11, അതായത് മുംബൈ ഭീകരാക്രമണ സമയത്ത് ഈ ഭീകരവാദികൾ, പാക് ഭീകരവാദികൾ ബോട്ട് വഴി ഈ മുംബൈ തീരത്തേക്ക് എത്തിയത് അത് കോസ്റ്റ് ഗാർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ കോസ്റ്റ് ഗാർഡ് ഇത് വേണ്ടത്ര നിരീക്ഷണം ഈ ബോട്ടിൽ നടത്തിയില്ല എന്നുള്ളതാണ് ഈ ഭീകരാക്രമണം, അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല 2 മണിക്കൂർ വൈകിപ്പിച്ചാണ് NSG കമാൻഡോയെ ഈ മേഖലയിലേക്ക്, ഈ ഭീകരാക്രമണ സ്ഥലത്തേക്ക് എത്തിച്ചത് എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഇത്രത്തോളം വലിയ ഭീകരാക്രമണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടും മുംബൈ പോലീസിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമായിട്ടും NSG കമാൻഡോയുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അവിടേക്ക് ഈ കമാൻഡോ സംഘത്തെ എത്തിക്കാൻ 2 മണിക്കൂർ വൈകി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ ഈ പാക് ഭീകരവാദത്തെക്കാളും വലിയ രീതിയിൽ ഹിന്ദുത്വ ഭീകരവാദമാണ് ഭാരതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വരുത്തി തീർക്കുവാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. അത് രാഹുലാണ് അത്തരം ശ്രമങ്ങൾക്ക്, അല്ലെങ്കിൽ അത്തരം വാദങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും RVS മണി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇന്നും പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ നടത്തുന്ന നിഴൽ യുദ്ധം, അത് ഈ ലഹരി യുദ്ധമാണ്. ഭാരതത്തിലേക്ക് വലിയ രീതിയിൽ പഞ്ചാബ്, കശ്മീർ അതിർത്തി വഴി വലിയ രീതിയിൽ ലഹരി ഭാരതത്തിലേക്ക് ഒഴുക്കുന്നു എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. നേരത്തെ പാകിസ്ഥാൻ ടീമുകൾ ഭാരതത്തിലേക്ക് ഈ ക്രിക്കറ്റ് കളിക്കുവാൻ വേണ്ടി എത്തിയിരുന്ന സമയത്ത് വലിയ രീതിയിൽ ലഹരി എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് അന്നത്തെ പാക് ക്രിക്കറ്റ് കോച്ച് ഇത് കണ്ടുപിടിക്കുകയും പിന്നീട് അദ്ദേഹത്തെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, RVS മണി ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ UPA സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ UPA സർക്കാർ അതിന് നേതൃത്വം നൽകിയിരുന്നു എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ UPA സർക്കാരിൻ്റെ കാലത്ത് വലിയ രീതിയിലുള്ള പിടിപ്പുകേട് ഈ കമാൻഡോ സംഘത്തെ എത്തിക്കാനടക്കം ഈ ഉണ്ടായി. അതായത് മുംബൈ ഭീകരാക്രമണത്തെ നേരിടുവാൻ വേണ്ടി എന്തായാലും വരും മണിക്കൂറിൽ നമ്മൾക്കിത് കൂടുതലായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ചർച്ച ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ മറ്റൊരു മാധ്യമവും ഇത് ഏറ്റെടുക്കുകയോ ഇതിൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. മുംബൈയിൽ മരിച്ചു വീണ മനുഷ്യരുടെ മരണത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥത മാത്രമല്ല, ഒത്തുകളി കൂടിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ.